ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനുള്ള കുറച്ച് ടിപ്സാണ്. ആദ്യത്തേത്, ഫസ്റ്റത്തെ ഒരു 6 മാസം വരെ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. വേറെ ഫുഡൊന്നും അവർക്ക് കൊടുക്കാത്തതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നാണ് അവർക്ക് പ്രോട്ടീൻസും മിനറൽസും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. അടുത്ത ടിപ്പ്, അമ്മമാർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അമ്മമാരുടെ ഫുഡിൽ കൂടുതലായിട്ട് ഫിഷ്, എഗ്ഗ്, ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ ഹെൽത്തി ഫാറ്റുള്ള നട്ട്സ്, സീഡ്സ്, അവക്കാഡോസ് ആൻഡ് ഒലിവ് ഓയിലൊക്കെ ഇതിൽ അവരുടെ ഫുഡിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ അമ്മമാർക്ക് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് വാട്ടർ മെലൺ, കുക്കുംബറൊക്കെ കഴിക്കാവുന്നതാണ്. ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓട്സ്, സ്പിനാഷ് പോലുള്ള ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, അതുപോലെ ഫെന്നൽ സീഡ്, ഫെനുഗ്രീക്കൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അമ്മമാരുടെ ഫുഡിൽ കൂടുതലായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അമ്മമാരുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് കോഫി, അതുപോലെ സ്പൈസി ആയിട്ടുള്ളതും ഗ്യാസ് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഒഴിവാക്കുന്നതാണ് കുട്ടികൾക്ക് നല്ലത്. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് കുട്ടികൾക്ക് ഒരിക്കലും നല്ലതല്ല. ബ്രസ്റ്റ് മിൽക്കിലൂടെ അവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെയുള്ളത്, അമ്മമാർ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അമ്മമാർ കൂടുതൽ റെസ്റ്റ് എടുക്കുകയും ശരിയായിട്ടുള്ള ഉറക്കവും അവരിൽ ഉണ്ടാവുകയും വേണം. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ടൈമിലായിരിക്കും കൂടുതലും അമ്മമാർക്ക് ഉറങ്ങാൻ കഴിയുക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ അമ്മക്കും കുട്ടിക്കും കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷനിലിരുന്ന് വേണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.